അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. തൃശ്ശൂർ ജില്ലയിലെ ഒരു മതപാഠശാലയിലെ ഉസ്താദിനെതിരെ ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു 15-കാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ആ പെൺകുട്ടിയുടെ ഉമ്മ, നിസ്സഹായായ ഉമ്മയുടെ ചില തുറന്നു പറച്ചിലുകളുണ്ട്. നമ്മൾ ശരിക്കും ഒരു പുനരാലോചന നടത്തേണ്ടതാണ്. ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ഞങ്ങളോടൊക്കെ നല്ലപോലെ പെരുമാറിയിട്ടുണ്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന മുൻധാരണ ശരിയല്ല. ഇവരനുഭവിക്കുന്ന അനുഭവങ്ങളും പീഡനങ്ങളും ഇവരുടേത് മാത്രമാണ്. ഈ ഉമ്മ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്ക്. മോള് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ചെല്ലുമ്പോൾ അവൾ ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴാണ് അവൾ എത്രത്തോളം ഇതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പോലും കുട്ടി എന്നോടൊന്നും പറയണില്ല, എൻ്റെ മുഖത്ത് നോക്കുന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തൊട്ടടുത്ത കുറച്ചും കൂടി ഫെസിലിറ്റിയിൽ ആ ഹോസ്പിറ്റലിലേക്ക് അവർ ആംബുലൻസിലേക്ക് കയറ്റായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെക്കാന്ന് വെച്ചു. അപ്പോൾ അവർക്ക് എന്നോടത്തേക്കാണെന്ന് അവർ പറഞ്ഞില്ല, എന്നോട് ചോദിക്കണ് എവിടെക്കാ കൊണ്ടുപോകേണ്ടതെന്ന്. അത് അവർക്ക് തീരുമാനമില്ലാണ്ട് പിന്നെ അവർ എവിടെക്കാ വണ്ടിയിൽ കയറ്റണേ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇതുള്ളതുണ്ട്, അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന് കുറച്ച് ബുദ്ധിമുട്ട്, കാരണം ആൾക്ക് പൾസ് വ്യത്യാസം വന്ന് ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഡോക്ടറിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ICUയിൽ കയറ്റണം. പിന്നെ അവർ മരുന്ന് കൊടുത്തു നോക്കി കളയാൻ വേണ്ടി. പിന്നെ അതിലെനിക്ക് സംശയം തോന്നാൻ കാരണം എന്നെ ഇവർ വിളിക്കുന്നത് രാത്രി ഒരു 10 മണി, ഏകദേശം 10 മണി ആവാക്കണ്ടാണ് എന്നെ വിളിക്കണത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു 5-10 മിനിറ്റോ മുമ്പ് ഞാൻ ഇവളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവളോട് വഴക്കും പറഞ്ഞു, നിനക്ക് മടിയാണെങ്കിൽ നീ പോണ്ട, നീ വീട്ടിലേക്ക് പോര് തിരിച്ച്. അപ്പോൾ ഈ വർഷത്തെ ഇപ്പോൾ സ്കൂൾ ഒരെണ്ണം മാറി അടുത്ത് മാറാന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ ഈ വർഷം അങ്ങനെ പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെ, നമുക്ക് അടുത്ത വർഷം നിനക്ക് അങ്ങനെ വേറെ സ്കൂളിൽ ചേർത്താം, നിനക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നീ പോരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് പിണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് എന്ന് പറഞ്ഞ അസർ എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ചീത്ത പറഞ്ഞായിരുന്നു കുട്ടി മരുന്ന് കഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു 4 ടീച്ചേഴ്സോ സ്റ്റുഡൻസോ, അത് അറിയില്ല കാരണം അവർ മുഖം മറിച്ച് വരുന്നവരാ. അപ്പോൾ ആരാന്ന് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ വന്ന്, അപ്പോൾ ഡോക്ടർ ചോദിച്ചു കുട്ടി എപ്പോഴാണ് മരുന്ന് കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിലുണ്ടായ ഒരു ടീച്ചർ പറഞ്ഞു കുട്ടി 4:30 മരുന്ന് കഴിച്ചു. 4:30 മരുന്ന് കഴിച്ച കുട്ടിയാണ്. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ടല്ല എന്നുള്ള എനിക്കൊരു ഇത് ഉറപ്പായി. അപ്പോൾ പിന്നെ അതെൻ്റെ മനസ്സിലുണ്ട്. കുട്ടിയാണെങ്കിലെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്. ഈ അസർ എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉമ്മയും മോളും തമ്മിലുള്ള പ്രശ്നത്തിൽ ചെയ്തതാണ്, സ്ഥാപനത്തിൻ്റെ പേരോ ഇവിടുത്തെ ഒരാളെ പേരും വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അനാഥ മക്കൾ പഠിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവരെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങളിത് പുറത്ത് വിടരുത്, നിങ്ങൾ ഉമ്മയും മോളും തമ്മിലുള്ള ഒരു ഇതിൻ്റെ പേരിൽ ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സല്ലേ. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും, പക്ഷേ ഞാൻ ചീത്ത പറഞ്ഞെന്ന് പറയുന്നത് ഈ 9:45 കാരണം വൈകിട്ട് 4:30 മരുന്ന് കഴിച്ചാൽ രാത്രി 9:45 ചീത്ത പറയൊന്നും വിചാരിച്ച് മരുന്ന് കഴിക്കൂലല്ലോ നേരത്തെ. അതിനുള്ള പക്വതയില്ലാത്ത കുട്ടിയൊന്നല്ല. ഹോസ്പിറ്റലിൽ ICU എന്നൊക്കെ മാറ്റി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളോട് സമാധാനത്തിൽ ചോദിച്ചു. അപ്പോൾ കുട്ടി അധികം സംസാരിക്കണില്ല. ഉമ്മച്ചിനെ എന്നെ പേടി എന്ന പോലെയാണ് പെരുമാറും. കാരണം എന്ന് വെച്ചാൽ ഞാൻ അധികം അവളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവൾക്കുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കില്ല. ആളെ വാപ്പിച്ചിനറിയിക്കും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് അവൾക്കറിയാം. പക്ഷേ കുട്ടീനെ ഇയാൾ പേടിപ്പിച്ച് വെച്ചേക്കണം. കാരണം മതപരമായിട്ട് പഠിപ്പുള്ള ഒരാളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോൻ്റെ നിന്ന് ശിക്ഷ കിട്ടും, നമ്മളെ കുടുംബം നശിച്ചു പോവും, നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഇതില്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കേണ്ടി വരും. കാരണം അറിവുള്ള ആൾക്കാരാണ്, അവരെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത് കുട്ടിക്ക് കൊടുത്തേക്കണം. പിന്നെ അത് തന്നെയല്ല, ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലൂന്നും പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനിത് നല്ലോണം ചോദിച്ചിട്ടൊന്നും ഇവൾ പറയണില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് മോളെ ഉമ്മച്ചി ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞ് മോൾ ചെയ്യൂലെന്ന് ഉമ്മച്ചിക്കറിയാം. കാരണം നമ്മളെ വീട്ടിൽ ഈ 15 വയസ്സ് വരെ ഞാൻ വളർത്തിയ കുട്ടിയാണ്. ഒരു നേരം എൻ്റെ അടുത്തുനിന്ന് മാറി നിർത്തൂല, ജസ്റ്റ് ഒരു കടയിലേക്കാണെങ്കിലും ഞാൻ കൊണ്ടുപോകണ ആളാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി ഈ ഒരു വാക്ക് പറഞ്ഞെന്നും പറഞ്ഞ് ചെയ്യൂലെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ഇത്തിരി ഇമോഷണലായിട്ട് എന്തിനാണ് മോനെ അങ്ങനെ ചെയ്തത്, വാപ്പിച്ച് പുറത്തല്ലേ, വാപ്പിച്ചിക്കും വിഷമാവും, അങ്ങനെ എല്ലാവരെയും കൂടി ഇതാക്കി പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി പൊട്ടിക്കരഞ്ഞു. പറഞ്ഞ് ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നറിഞ്ഞോടും ഉമ്മച്ചി, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാണ്ട് ഉമ്മച്ചിനോട് പറയാണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടി ഒരുപാട് പൊട്ടി അങ്ങോട്ട് കരഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് പിന്നെ ആൾക്ക് പേടി, പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്ക് പേടി, ഇവൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്യോ. പിന്നെ എന്ന് വെച്ചാൽ ഇവരുള്ളിൽ കൊടുത്തേക്കാന്ന് വെച്ചാൽ ഇപ്പം ഖുറാൻ പഠിച്ച് ഇൽമുള്ള മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പാടില്ല എന്നാണ് ഇതിനെ പഠിപ്പിച്ച് വെച്ചേക്കണത്.
അപ്പം അതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ളവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ദോഷങ്ങളോ ഒരു പഠിപ്പിച്ച് വെച്ചേക്കണതിൻ്റെ ഒരു ഇതാണ്. അപ്പം അതൊക്കെയാണ് കുട്ടിക്ക് പേടി. പിന്നെ ഇവനോടുള്ള ഒരു ശരിക്കും കുട്ടി പേടിച്ചിട്ടുണ്ട്. ആ പേടി കാരണം പിന്നെ അവൾ ഓക്കെ അല്ലാത്ത രൂപത്തിലായി. ഞങ്ങൾ ഡിസ്ചാർജ് ആയി. ഞാനപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അറിഞ്ഞു. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരോട് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കാരണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ താമസിക്കുന്ന ഏരിയ കണക്കാക്കി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അസർ എന്നോട് പറഞ്ഞ നിലക്ക്, കാരണം ഇവൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട്. അപ്പോൾ എന്നോട് സാർ വിളിച്ചിട്ട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും മേമോളും കൂടിയും ഒരു ചെറിയൊരു ഇതുണ്ടായപ്പോൾ കുട്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എടുത്ത് വയ്ക്കാൻ എന്നോട് പറഞ്ഞു അത് കൊച്ച് നല്ലോണം ഓക്കെ ആയതിനു ശേഷം അതല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അപ്പം തന്നെ നിങ്ങൾ വിളിക്കണം. കാരണം അവൾക്ക് 15 വയസ്സുള്ളൂ. അപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്തതാണോ മറ്റുള്ളതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ മാതാപിതാക്കൾ വർക്കുമ്പോൾ ചെയ്യണ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ആളെ നമ്പർ തന്നെയാണ് തന്നതും. എന്തുണ്ടെങ്കിലും വിളിക്കിട്ടെന്ന് പറഞ്ഞു. ഇത് സംഭവം അത് കഴിഞ്ഞ് ഇവൾ പറഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായി പോയി. ഞാൻ പള്ളിയിൽ അറിയിച്ചു അങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പള്ളിയിൽ അറിയിക്കുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാത്രിയാണ് എന്നോട് ഇവൾ പറയുന്നത്. രാത്രി ഒരു ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ആ നേരത്തെ ഒറ്റയ്ക്കൊന്നും പോകാൻ ഇവളെ ഒറ്റയ്ക്ക് ഇട്ട് പോകണ്ടേ. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ 7 മണി കഴിഞ്ഞപ്പോൾ ഈ പറയണ MICയിൽ എത്തി. ഞങ്ങളൊരു റിലേറ്റീവിനെ കൂട്ടിയാണ് ഞാൻ പോയത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റണില്ല. ഇത് കേട്ടിട്ട് നമുക്കണ്ട് വല്ലാത്തൊരു കണ്ടീഷനിലാണ്. എന്താ ചെയ്യേണ്ടത്, മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതായിപ്പോയി. അവർ ചെന്നപ്പോൾ അവർ ഇത്ര 7 വർഷത്തോളം കണ്ട് ആളായി അവിടെ വരുന്നത് എന്ന് വരെ ഒരു കുട്ടി ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചീത്ത പറഞ്ഞ കാരണം കുട്ടി അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞിട്ടുള്ള ഒരിത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കുട്ടിയുടെ കണ്ടീഷൻ ഒന്ന് വന്ന് നോക്ക്. കാരണം ഇത്രയും ദിവസമായിട്ടും ഈ സെൻറ്ററിൽ നിന്ന് അവിടുത്തെ ചെയർമാനോ അതിൻ്റെ നടത്തിപ്പുകാരോ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെ കയ്യിൽ. ഏതായാലും സ്ഥാപനം ആ ഉസ്താദിനെ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. അവർ പോലും ഇന്ന് പറയുന്നത് അന്വേഷണം നടക്കട്ടെ, ശരിയായ അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കട്ടെ, അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നാണ്. നമുക്കിതിൻ്റെ സത്യം അറിയില്ല. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിന് പരിഹാരം കാണണമല്ലോ. ആ ഉമ്മ തുടർന്ന് പറയുന്നത് കേൾക്കൂ. ഈ അസർ എന്ന് പറയുന്ന ആളെ ഞാനാണ് അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത്. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിട്ടാണ് അസർ എന്ന് പറയുന്ന ആളെ ഞാനാണ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത്. അത്ര പോലെ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി കുട്ടിക്കെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ ഇതില്ല, ICU നിന്ന് മാറ്റിയിട്ടില്ല, ICUയിലാണ്, ഇനി പുറത്തേക്ക് വന്നതിന് ശേഷം എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചറോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അസർ എന്നോട് സംസാരിച്ച്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു കുട്ടീനെ വിളിക്കണമെങ്കിൽ അതിൻ്റെ അറ്റത്തെ തലക്കിൽ അസർ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരാളെ ലാൻഡ് ഫോണല്ല, ഒരു ഫോണിൽ മൊബൈലിൽ നിന്ന് വിളിക്കുമ്പോൾ അവർ വേറെ കണക്റ്റ് ആവണതായി ചെയ്തിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. കാരണം നമ്മളെ ഭാഗത്തു നിന്ന് എന്താ സംസാരിക്കണത്, ഒരു കുട്ടികൾ എന്താ സംസാരിക്കണത് എന്നുള്ളതൊക്കെയാണ് അവർ നോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കറക്റ്റ് അപ്പോഴാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നമ്മളിപ്പോൾ വീട്ടിലേക്ക് വിളിക്കുന്ന ടൈം ആഴ്ചയിൽ 2 ദിവസമാണ്. ആ സമയത്തും എനിക്ക് തോന്നിയ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ അപ്പുറത്ത് തുമ്മനായിട്ടപ്പോൾ ഞാൻ ആരാണാവോ എന്നുള്ള ചിന്തയായി പോയി. പിന്നെ അതങ്ങോട്ട് വിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച്. കുട്ടിയാണെങ്കിലൊന്നും വേറെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അവൾക്ക് അങ്ങനെ പേടി ഇതൊന്നും കണ്ടില്ല നമ്മൾ. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് ഇതാവാൻ പറ്റുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ സംസാരിച്ചതിന് ശേഷം അവരെന്താ പറഞ്ഞത്? അവർ ഒന്നിനും സമ്മതിക്കുന്നില്ല, ആളങ്ങനെ ചെയ്യൂല. അവർ പിന്നീടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് കുട്ടീനെ കാണും, കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഒന്ന് കാണും, എന്നിട്ട് നിങ്ങൾ ഈ കിടന്ന് കഴിഞ്ഞിട്ട് ഒച്ചെടുക്ക്. അവരൊന്നും പറഞ്ഞിട്ട് നമ്മൾ അടുപ്പിക്കണില്ല. അപ്പോൾ കുട്ടിയുടെ അവസ്ഥ കണ്ടാലെങ്കിലും മനസ്സുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക് അതൊരു വിഷമം തോന്നും. അപ്പോൾ അതിനോട് ഇതാവുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അവരോട് പറഞ്ഞത്. അവിടുന്ന് പള്ളിയിൽ നിന്ന് ഒരു 5 പേര് വന്നു. ചെയർമാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പിന്നെ ആളുടെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. ആളുടെ ജ്യേഷ്ഠനൊക്കെ പള്ളി വെച്ച് കുറച്ച് നമ്മളോട് മോശം എന്ന് പറയാൻ പറ്റില്ല, വെച്ചാൽ അവരുടെ സ്ഥാപനം കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും. പക്ഷേ കുട്ടിയുടെ അവസ്ഥ കണ്ടേ പിന്നെ ഈ ചെയർമാൻ എന്ന് പറഞ്ഞ ആളുടെ ജ്യേഷ്ഠൻ നല്ല നീറ്റായിട്ടാണ് നമ്മളോട് പെരുമാറിയതും. കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ആൾക്ക് വിഷമം തോന്നി. ആൾ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ, നമുക്ക് നിയമത്തിൻ്റെ പരിക്ക് പോകണമെങ്കിൽ പോകാം. എന്തായാലും ആളും ഓക്കെ. പക്ഷേ മറ്റുള്ളവർ അതിന് തയ്യാറാവണില്ല. അവിടെ പ്രസിഡന്റ് ഒരു കാരണവരുണ്ട്, അങ്ങോട്ട് വന്നിട്ട് കുട്ടീനോട് ചോദിക്കണ ചോദ്യങ്ങൾ കേട്ടോ, എവിടെയാണ് പിടിച്ചത്, എവിടെയാണ് പറഞ്ഞത്, എന്താണ് ഇങ്ങനെ ഒരു ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് കുട്ടീനോട് ചോദിക്കണം. അത് കേൾക്കുമ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടി ഇമോഷണലാവണം കുട്ടി. അത് ഇയാൾ നിർത്തണില്ല. അതിലിങ്ങനെ അയാൾക്ക് ഇത് എന്തോരം പറഞ്ഞിട്ടും അയാളതങ്ങോട്ട് കേൾക്കാനായിട്ട് അയാൾക്ക് പിന്നെ ചോദ്യം ചോദിക്കണം, കുട്ടീനെ കൊണ്ട് ഇത് പറയിപ്പിക്കണം, അയാൾക്ക് കേട്ട് രസിക്കണം. ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ആൾക്ക്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായി, അവനക്ക് ദേഷ്യം വന്നു
തല്ലാണെന്നുള്ളൊരു അത് നമുക്ക് കാരണം നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോകണോടത്ത് നമ്മൾ കൈവെക്കണത് ശരിയല്ല, നമ്മൾ നിയമത്തിനെ വിശ്വസിക്കണേന്. അപ്പം ഞാൻ പറഞ്ഞു മോനൊന്നും ചെയ്യണ്ട, അതങ്ങനെ നിന്നോട്ടെ, നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് ഡിസ്ചാർജ് ആവണം അന്നാണ്. ഉച്ചയ്ക്ക് ഒരു 12:30 കഴിഞ്ഞ് 1 മണിയായി പിന്നെയാണ് അവർ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 3:30-4 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ 5:30 വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവർ അസറിനെയും കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവൾക്കെന്ന് വെച്ചാൽ അസറിനെ തല്ലണം, അവൾ ആ ഒരു അത്രയും ഇതുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് മുച്ചി തല്ലിയാൽ മതി, മുച്ചി തല്ലിക്കോ, മുച്ചി തല്ലി എനിക്ക് സമാധാനം, ഇനി ഒരു കുട്ടികളെ എടുത്തേക്കും അങ്ങനെ ഒരു ഇതും പറഞ്ഞവൻ ചെല്ലരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അസർ എന്നാൽ വീട്ടിക്കോ. പക്ഷേ നമ്മൾ അയാൾ ചോദിക്കുമ്പോഴത്തേന് ആളിറങ്ങി ഓടി, ആളിറങ്ങി പോയി. അങ്ങനെ പള്ളിക്കാർ സംസാരിക്കാം, അവർ ഒന്നിനും അടുപ്പിക്കണില്ല, ഒന്നിനും വെച്ചാൽ ഒരു കാര്യത്തിനും നമ്മൾ പറയണത് കേൾക്കാതെ പോലെ അവർ തയ്യാറല്ല. അപ്പോൾ ഞാൻ ചെയർമാനോട് സ്വകാര്യമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പൈസക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പൈസക്ക് എല്ലാ ആവശ്യം, ഞാനൊരു കുട്ടി എങ്ങനെയാണോ അങ്ങോട്ട് തന്നത് ആ ഒരു ഇതോട് തന്നെ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും വന്നു പോയില്ലേ, ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആരെ വിളിക്കണമെന്ന് അറിയില്ല. അതിന് രാവിലെ തന്നെ ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ച് അവരോട് വിവരം പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഞാനിത് കേസ് എന്നും പറഞ്ഞ് ഇതായപ്പോൾ തന്നെ നമ്മളെ ബന്ധുക്കളൊക്കെ ഒഴിഞ്ഞു. കാരണം അവർ പറയണത് അത്ര അറിവുള്ള ഒരാളാണ്, അയാൾ അങ്ങനെ ഇതാവൂല ചെയ്യൂല, നിങ്ങൾ ആവശ്യമില്ലാത്തതിന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും, നമ്മൾ അനുഭവിക്കും എന്നാണ് പറയണേ. അനുഭവിക്കും, അയാൾ ഇലിമ പഠിച്ച മനുഷ്യനാണ്, അയാൾക്കെതിരെ പറയാൻ പാടില്ല, നിങ്ങൾ കുട്ടിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുക, അല്ലാണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കരുതെന്നാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നായാലും ഉള്ളത്. അപ്പോൾ നമ്മളെ കൂടെ നിൽക്കാൻ ആരുമില്ല. അതിന് ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ചതും അവരോട് പറഞ്ഞതും. അപ്പോൾ അവർ അന്ന് തന്നെ വൈകുന്നേരം വന്ന് മോളിൽ നിന്ന് റിപ്പോർട്ടൊക്കെ എഴുതി മേടിച്ച് പോയി. അവളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അവൾ കുറച്ചും കൂടി അവരോട് തുറന്ന് സംസാരിച്ചേക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആൾ മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ട് കാണിച്ചപ്പോഴും ഞാൻ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിന് വേണ്ട ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ഒരു 3-5 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അവിടെ നിന്ന് വന്നിട്ടും ആളും ഒക്കെ അല്ല. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ ജൂൺ 12-ാം തീയതിയാണ് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ആവണത്. അന്ന് തുടങ്ങി ഇപ്പോൾ ഈ ഓഗസ്റ്റ് ആകെ ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ആൾ ഓക്കെ ആയിട്ട്, അതുവരെ നമ്മൾ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡോക്ടേഴ്സിനെ. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പീഡനങ്ങൾ നടക്കാറുണ്ട്. ചിലതൊക്കെ വ്യാജ പരാതികളും ഉണ്ടാവലുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് ശരിയായ രീതി എന്നല്ലെങ്കിൽ ശരിയായി നടന്നിട്ടുള്ളത് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഉമ്മാക്കും ഈ മകൾക്കും നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കൃത്യമായി എഴുതി ചേരമാൻ വരുമ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, മങ്കൂസ് മൗലിദ് എന്നു പേരുള്ള ഒരു മൗലിദ് ഉണ്ട്. ആ മൗലിദ് രചിച്ചത് ആരാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് രചിച്ച മഹാന്റെ പേരെന്താണെന്നുള്ള ചോദ്യം. ഉത്തരം കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.